നമസ്കാരം. ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. T20 ലോകകപ്പിൽ ബദ്ധവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ത്രില്ലർ പോരാട്ടം ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിൽ നടക്കാനിരിക്കുകയാണ്. ഗ്രൂപ്പ് എയിലാണ് ഈ ഒരു സൂപ്പർ പോര് നടക്കുന്നത്. ആദ്യ മത്സരത്തിൽ അയർലാൻഡിനെ തകർത്തെറിഞ്ഞതിന്റെ ആവേശത്തിലാണ് ടീം ഇന്ത്യ. എന്നാൽ അമേരിക്കയോട് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങിയതിന്റെ ക്ഷീണത്തിലാണ് പാകിസ്ഥാൻ. ടൈക്കൊടുവിൽ സൂപ്പർ ഓവറിലേക്ക് നീണ്ട ത്രില്ലിംഗ് മാച്ചിലാണ് പാകിസ്ഥാനെ അമേരിക്ക ഞെട്ടിച്ചത്. ഇതോടെ ഇന്ത്യയുമായുള്ള മത്സരം ബാബർ അസമിനും സംഘത്തിനും നിർണായകമായിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. സൂപ്പർ 8ലേക്ക് യോഗ്യത സ്വന്തമാക്കണമെങ്കിൽ പാകിസ്ഥാന് ശേഷിച്ച മത്സരങ്ങളിൽ ജയം അനിവാര്യമാണ്. അമേരിക്കയോട് പരാജയം രുചിച്ചെങ്കിലും പാകിസ്ഥാന് ഇന്ത്യക്ക് നിസ്സാരമായി എഴുതിത്തള്ളാൻ സാധിക്കുകയുമില്ല. അടുത്ത പോരാട്ടത്തിൽ അവർ ഇന്ത്യയെ ചിലപ്പോൾ ഞെട്ടിച്ചേക്കും. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങളെന്ന് വിശദമായി നോക്കാം. ഇതിൽ ആദ്യത്തെ കാരണം പാകിസ്ഥാന്റെ മാരക പേസ് ബൗളിംഗ് നിര തന്നെയാണ്. ഇന്ത്യക്കെതിരെ പാക് ടീം സമീപകാലത്ത് നേടിയെടുത്തിട്ടുള്ള വിജയങ്ങൾ എടുത്താൽ അതിൽ ഫാസ്റ്റ് ബൗളർമാരുടെ നിർണായക പങ്കുണ്ടെന്നത് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കാറുണ്ട്. ഷഹീൻ അഫ്രീഡിയാണ് നിലവിലെ പാകിസ്ഥാൻ ടീമിൽ ഇന്ത്യക്ക് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള ബൗളർ. ഷഹീദിനൊപ്പം വിരമിക്കൽ പിൻവലിച്ച മുൻ സ്പീഡ് സ്റ്റാർ മുഹമ്മദ് ആമിറും തിരിച്ചെത്തിയത് ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയേക്കും. ഷഹീനും ആമിറും ഉൾപ്പെടുന്ന പാക് ന്യൂ ബോൾ ആക്രമണത്തെ ഫലപ്രദമായി ഇന്ത്യൻ മുൻനിരയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടതായുണ്ട്. അതിന് സാധിച്ചില്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ടീമിന് ചില വിക്കറ്റുകൾ നഷ്ടമാകാനും അത് മധ്യനിരയെ സമ്മർദ്ദത്തിലാക്കാനും വഴിയൊരുക്കും. സർപ്രൈസ് സ്പിന്നർ അബ്രാർ അഹമ്മദിന്റെ സാന്നിധ്യമാണ് ഇന്ത്യ ഭയപ്പെടേണ്ട രണ്ടാമത്തെ കാര്യം. അമേരിക്കയുമായുള്ള ആദ്യ കളിയിൽ പരിക്ക് കാരണം ഇടം കയ്യൻ സ്പിന്നർ ഇമാദ് വസീമിന്റെ അഭാവം പാക് ടീമിന് ക്ഷീണമായിരുന്നു. വസീം ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പാക് ബൗളിങ്ങിന് കൂടുതൽ കരുത്തേകുമായിരുന്നു. വസീമിന്റെ അഭാവം മറികടക്കുന്നതായിരിക്കും ഇന്ത്യക്കെതിരെ അബ്രാറിനെ ടീമിലേക്ക് പാകിസ്ഥാൻ കൊണ്ടുവരാൻ പോകുന്ന ഒരു കാര്യം. മിസ്റ്ററി സ്പിന്നർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വലം കൈൻ സ്പിന്നറായ അബ്രാറിന്റെ പ്രകടനം ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന് വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുൻനിരയാണ് പാകിസ്ഥാന് വേണ്ടി അടുത്തിടെ കൂടുതലും റൺസ് സ്കോർ ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇതാണ് ഇന്ത്യക്കെതിരെ പാക് പട ജയിക്കാനുള്ള മൂന്നാമത്തെ കാരണം. മികച്ച ചിലർ ബാറ്റർമാരുടെ സാന്നിധ്യം പാക് മുൻനിരയ്ക്ക് കരുത്തേകുന്നുണ്ട്. ഇവരിൽ ചിലർ കുറച്ചുകൂടി മെച്ചപ്പെട്ടാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നായകൻ ബാബർ അസം തന്നെയാണ് പാക് ബാറ്റിംഗ് നിരയിലെ ഏറ്റവും വലിയ സ്റ്റാർ. ക്രീസിൽ നിലയുറപ്പിച്ചാൽ ക്ലാസിക് ഷോട്ടുകളിലൂടെ ബൗളർമാരെ പ്രഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. വിക്കറ്റ് കീപ്പർ മുഹമ്മദ് റിസ്വാനും പാക് ബാറ്റിംഗ് ലൈനപ്പിലെ മറ്റൊരു സൂപ്പർ താരമാണ്. സാഹചര്യത്തിനനുസരിച്ച് ആക്രമിച്ചും പ്രതിരോധിച്ചും കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇടം കൈയൻ ബാറ്ററായ ഫഖർ സമാനാണ് പാക് നിരയിലെ മറ്റൊരു അപകടകാരി. തുടക്കത്തിൽ തന്നെ വിക്കറ്റ് എടുത്തില്ലെങ്കിൽ പുറത്താക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ബാറ്ററാണ് സമാൻ. തന്റേതായ ദിവസം തനിച്ച് കളി ജയിപ്പിക്കാൻ ശേഷിയുള്ള താരം കൂടിയാണ് അദ്ദേഹം. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച പാകിസ്ഥാൻ അമേരിക്കയോട് തോറ്റത് അതൊരു നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. കൂടുതൽ കരുത്തായ പോരാട്ടം പുറത്തെടുത്താൽ മാത്രമേ ഇന്ത്യക്ക് പാക് പടയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ.